നമ്മള് ഈ ആഴ്ചകളിൽ ഇങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓർക്കുന്നുണ്ടോ? ഈ ദേവാലയത്തിൽ വരുമ്പോ കുറച്ച് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ വേണമെന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ആഗ്രഹങ്ങൾ വേണമെന്ന് കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളില് അച്ഛൻ പറയുകയുണ്ടായി. ഒന്നാമത്തേത് ഈശോയെ കാണാനും സ്പർശിക്കാനും അറിയാനുമുള്ള ആഗ്രഹം വേണം. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. മൂന്നാമത്തേത് ദിവ്യകാരുണ്യത്തെ ആരാധിക്കാനുള്ള വെരി ഗുഡ് കേട്ടോ. അച്ഛൻ മറന്നുപോയിട്ട് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അച്ഛൻ പോയിന്റ് ആയിട്ട് എല്ലാം പറയുള്ളൂ അല്ലേ? വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 4ാമത്തെ ആഗ്രഹം ഇതാണ്. ഈശോയെ ആരാധിക്കാൻ വരുമ്പോ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട, ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 4ാമത്തെ ആഗ്രഹം ഇതാണ്. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. പുസ്തകം പേനയുള്ളവർക്ക് എഴുതി വെക്കാം, ബൈബിളുള്ളവർക്ക് കയ്യിൽ പിടിക്കാം. കുറെ വചനമൊക്കെ നമുക്ക് വായിക്കാനുണ്ട്. ഈ വചനമൊക്കെ വായിച്ച് 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 വചനം കൊണ്ട് നമ്മളെല്ലാ കെട്ടുകളും അഴിക്കണം. എന്താണ് എഫെസോസുകാർക്ക് എഴുതിയ 6-ാം അധ്യായത്തിൽ പറയില്ലേ, വചനമാകുന്ന വാൾ കയ്യില് പിടിക്കണം. അപ്പൊ അച്ഛന്റെ ഇന്നൊന്നാമത്തെ ചിന്ത എന്തായിരുന്നു? എന്തിനു വേണ്ടി ആഗ്രഹിക്കണം? എന്തിനു വേണ്ടി ആഗ്രഹിക്കണം? അയ്യോ കേട്ടില്ല. എന്തിനു വേണ്ടി ആഗ്രഹിക്കണം? വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം കേട്ടോ. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. നമ്മള് അതുകൊണ്ടാണ് ഇവിടെ നമ്മള് കുംഭസാരമൊക്കെ വെച്ചിരിക്കുന്നത്. കുംഭസാരിച്ചിട്ടാണ് നമ്മൾ ആരാധനയില് പങ്കെടുക്കുന്നതെങ്കിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ എളുപ്പമാണ്. മത്തായി 5:8 എന്താ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി വേണം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാ പറയുക. 1 പത്രോസ് 3-ാം അധ്യായം 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 3-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ബാഹ്യമൊടികളായ പിന്നിയ മുടിയോ സ്വർണ്ണാഭരണങ്ങളോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം, പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടവും സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രക്തമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. അതായത് നമ്മുടെ ആന്തരിക വ്യക്തിത്വം വിശുദ്ധമായിരിക്കണം. നമ്മുടെ ഹൃദയവും ആത്മാവും മനസ്സും ജീവിതവും ഒക്കെ വിശുദ്ധമായിരിക്കണം. പിന്നെ വചനം പറയുന്നുണ്ട്, ജ്ഞാനത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 19-ാമത്തെ വാക്യം, വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കൂ. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കൂ. എല്ലാവരും നേരിട്ട് പറഞ്ഞേ, വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കൂ. പലതരം ഉയർത്തി പറഞ്ഞേ, വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കൂ. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കണം. പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് പേഴ്സണൽ ഹോളിനെസ് ആണ്. ഒരു വ്യക്തിയില് പിശാച് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് വ്യക്തിപരമായ വിശുദ്ധിയാണ്. പിശാച് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും? വ്യക്തിപരമായ അശുദ്ധിയായിരിക്കും. നമ്മളെ മദ്യപാനത്തിലും പുകവലിയിലും ജഡികാസക്തികളിലും പരദൂഷണത്തിലും വെറുപ്പിലും വിദ്വേഷത്തിലും 1-ാം പ്രമാണ ലംഘനത്തിലും 6-ാം പ്രമാണ ലംഘനത്തിലും ഒക്കെ ആണെങ്കിൽ പിശാചിന് സന്തോഷമായി. എനിക്ക് പറ്റിയ കൂട്ടുകാരനെ കിട്ടി, കൂട്ടുകാരിയെ കിട്ടി എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ കൂടും. അതുകൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അവസാനം കുഴിയിൽ കൊണ്ടുപോയി നമ്മളെ ചാടിക്കും. എന്നാൽ വ്യക്തിപരമായ വിശുദ്ധി നമുക്കുണ്ടായി നോക്കിയേ, പിശാചിന് പേടിയായി. അയ്യോ, ഇവള് വിശുദ്ധയാണ്, ഇവൻ വിശുദ്ധയാണ്, ഭയമായി. ഇന്നലെ അച്ഛൻ്റെ അടുത്ത് ഒരു വിദേശത്ത് നിന്ന് ഒരാള് പ്രാർത്ഥിക്കാൻ വന്നിരുന്നു. പള്ളിയില് പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞപ്പോ അവര് ഈ ഫാമിലി ആയിട്ട് ഇത് മന്ത്രവാദികളാണ്, മന്ത്രവാദം ചെയ്യുന്ന ആളുകളാണ്. അപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ പള്ളിയിൽ ഇരുന്നാണ് പള്ളിയുടെ സൈഡ് വശം, അനീഷേട്ടാ പള്ളിയുടെ സൈഡ് വശത്ത് ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ പള്ളിയുടെ സൈഡിൽ കൂടി ഒരു പാമ്പ്, വലിയ മുഴുത്ത പാമ്പ്, ചേരയാണ് പക്ഷെ നല്ല മുഴുത്ത പാമ്പ്. അയാളെ പേടിച്ചു പോയി. അത് കണ്ടു കഴിഞ്ഞപ്പോ അയാൾ പേടിച്ചു പോയി. അപ്പോ ഞാൻ അയാളെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോ കാണാണ് ഒരു കുട്ടി പിശാചല്ല, നല്ല കുരുണ്ട പിശാചിങ് അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാ തടസ്സങ്ങളും ജീവിതത്തിൽ എല്ലാ ബന്ധനങ്ങളും നൽകി ഈ 1-ാം പ്രമാണം ദൈവത്തിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വലിയ ഭാവമാണെന്ന് ഓർമ്മ വേണം. നമ്മുടെ വിശുദ്ധിയൊക്കെ ഒരു ചീത്തകുട്ടാരം പോലെ ഉടഞ്ഞു പോകുന്ന ഭാവമാണ്. 1-ാം പ്രമാണം എന്താ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ
മറ്റൊരു ദൈവം ഉണ്ടാകരുത്. ദൈവമല്ലാതെ നമ്മുടെ കർത്താവായ യേശു മിശിഹ അല്ലാതെ മറ്റൊരു ദൈവം നമുക്ക് ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പിശാച് നമ്മുടെ വീട്ടില് പാമ്പ് പോലെ കടക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂടോത്രം വേണ്ട, ഒരു മന്ത്രവാദം വേണ്ട, ഒരു ജാതക സേവയും വേണ്ട. ചില ആളുകൾ പറയാ കഞ്ഞിമൂല, ഒരു കഞ്ഞിമൂലയില്ല, ഉണക്കമൂലയില്ല. നമുക്ക് എല്ലാ മൂലയും കർത്താവിന്റെ മൂലയാണ്. ചിലർ വിചാരിച്ചാൽ രാവിലെ തന്നെ വീട് വെഞ്ചരിക്കണം. അങ്ങനെയൊന്നുമില്ല. രാവിലെ വെഞ്ചരിച്ചാലും നട്ടപ്പാതിലേക്ക് വെഞ്ചരിച്ചാലും എല്ലാ സമയവും കർത്താവ് സൃഷ്ടിച്ചതാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു രാവുകാലം ഇല്ല, ഒരു കൈനോട്ടവും ഇല്ല. കഴിഞ്ഞ ആഴ്ച ഒരു പെൺകുട്ടി ഇവിടുന്ന് അത് കഴിഞ്ഞ പച്ചനെ കാണാൻ വന്നതാണ്. കല്യാണമൊക്കെ ഉറപ്പിച്ചു. ക്രിസ്ത്യാനി പെൺകുട്ടിയാണ്. കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ അവള് ഒരു കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നതാണ്. കൂട്ടുകാരുടെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു തൊട്ടടുത്തൊരു കൈനോട്ടക്കാരനുണ്ടെന്ന്, പോയി കൈ നോക്കി കാണാന്ന് പറഞ്ഞു. അപ്പൊ കൈ നോക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ കൈനോട്ടക്കാരൻ പറഞ്ഞു, നീ ആരാണ്? നീ കെട്ടാൻ പോകുന്ന ചക്കനുമായിട്ട് ഒരിക്കലും കല്യാണം നടക്കാൻ പാടില്ല. ശുക്രൻ തിരിഞ്ഞ് വലത്തോട്ടോ ഇടത്തോട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കല്യാണം നടക്കാനേ പാടില്ല. അപ്പൊ അവൾ അത്രയും നാളുണ്ടല്ലോ, അത്രയും നാളും നല്ലൊരു ചെറുക്കനെ കിട്ടാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങിയതാണ്. അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ്. പെട്ടെന്ന് അവൾ എന്ത് ചെയ്തു? ഒന്നാം പ്രമാണം ലംഘനം നടത്തി പിശാച് കയറി നിരാശയായി ദേ കിടക്കണു, എല്ലാം തകർന്നു. ഇവിടെ വന്നിരുന്ന് അവള് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് വന്ന് വ്യക്തിപരമായി കരഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ ബന്ധിച്ച് അവളെ വിട്ടു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഓ ഇപ്പൊ സമാധാനമായി. ഞാൻ പറഞ്ഞു, നീ മരിക്കുന്നത് വരെ ഇനി അത് എവിടെയും പറയണ്ട, കറക്റ്റ് സ്ഥലത്താണ് നീ വന്ന് പറഞ്ഞത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കുക. എല്ലാവരും പറഞ്ഞ വിശുദ്ധിയെ ഒച്ച പറയണം. വിശുദ്ധിയെ അജയ്യമായ പരിധിയാക്കുക. പ്രമാണങ്ങളൊന്നും ലംഘിക്കാതെ വിശുദ്ധിയെ അജയ്യമായ പരിധിയാക്കാനായിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. 1 പത്രോസ് 1:16 ഈ വാക്യമൊക്കെ എഴുതിയെടുക്കണം. എല്ലാ ആഴ്ച വരുമ്പോ എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ ഈ വാക്യങ്ങളൊക്കെ എഴുതിയെടുക്കണം. പുസ്തകം കൊണ്ട് തന്നെ നോട്ട് ബുക്കും ഒരു നീലമഷിയുടെയോ കറുത്ത മഷിയുടെയോ ഒക്കെ പേന കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ഇരുകരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോ 1 പത്രോസ് 1:16 വാക്യത്തില് നമ്മൾ ഇപ്രകാരമാണ് വായിച്ചു കേൾക്കുക. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും. എല്ലാവരും നേറ്റു പറഞ്ഞേ, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഒന്നുകൂടെ, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് പറയാണ്, കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മളോടും പരിശുദ്ധിയോടുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നോക്കിയാൽ നമ്മളെ ശുശ്രൂഷ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നടക്കും കേട്ടോ. അച്ഛൻ എവിടെ പോയാലും ഇത് പ്രശ്നമുള്ളതാണ്. ഏത് പള്ളിയിൽ പോയാലും സൗണ്ട് സിസ്റ്റങ്ങൾ അടിച്ചു പോവും, അതല്ലെങ്കിൽ ജനറേറ്റർ കട്ടായി പോവും, കറണ്ട് എവിടെയെങ്കിലും. ഞാൻ ഒരു ദിവസം നമ്മുടെ പള്ളിയിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് വയറിംഗ് സിസ്റ്റം തീ പിടിച്ചു പോയി. പിശാച് തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷ മുടക്കാനായിട്ട് മാക്സിമം പരിശ്രമിക്കുന്നതാണ്. കാരണം അവനെതിരെ നമ്മൾ പടവെട്ടുന്ന ഒരു സമയമാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്നുണ്ടല്ലോ, പിശാചിന്റെ കൂടതന്ത്രങ്ങളെ കർത്താവ് അങ്ങയുടെ വലത്തുകരം ഉയർത്തി തകർക്കണമേ എന്ന് ഇരുകരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ച്. യേശുവേ നന്ദി, നന്ദി, നന്ദി. സ്തുതി, 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 സ്തുതി. ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളിച്ച ഈശോയേ, 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 ഈശോയേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. എബ്രായർ 12:14.
എബ്രായർ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. എല്ലാവരും നീട്ടി ചൊല്ലിയേ. എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കില്ല. വിശുദ്ധി കൂടാതെ ഒരു കൃപകളും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല. നമ്മൾ ആരെങ്കിലും എല്ലാ പാപത്തിലും മുഴുകിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കർത്താവെ ജോലി തടസ്സം മാറണേ, മക്കൾ നന്നാവണേ, വീട് പണി പൂർത്തിയാകണേ, രോഗം മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ലെന്നാണ് കർത്താവ് പറയുക. വിശുദ്ധിയോടുകൂടെ ആരോടും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒന്നും ഇല്ലാതെ ഈശോയുടെ മുന്നിൽ ഇരുന്ന് നമ്മളെ പ്രാർത്ഥിച്ച് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടത്തി തരും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ഇങ്ങനെ പറയണം, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. വിശ്വസിക്കുന്നോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ടോ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അശുദ്ധി നമ്മുടെ ജീവിതത്തില് ഉണ്ടാകരുത്. എന്ത് വന്നാലും അശുദ്ധി ഉണ്ടാകരുത്. അശുദ്ധിയുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും ഒക്കെ ഒന്നിനു പുറകെ ഒന്ന് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഗലാത്യ 5:19-21 ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിലുണ്ടാകണം. ഈ പാപാവസ്ഥകളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാനായിട്ട് ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. ഗലാത്യ 5:19-21 ഈ പാപങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ലാതിരിക്കാനായിട്ട് ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പരിശ്രമമല്ല, തീയിൽ നിന്നതുപോലെ ഓടിയകലാനായിട്ട് പരിശ്രമിക്കണം. ഈ പാപാവസ്ഥകളിൽ നിന്നെല്ലാം തീയിൽ നിന്നതുപോലെ ഓടിയകലാനായിട്ട് ഒരു പരിശ്രമം ഉണ്ടാവണം. എന്തൊക്കെയാണ്? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഈ പറഞ്ഞ പാപങ്ങളിൽ നിന്നെല്ലാം വിഷസർപ്പത്തിൽ നിന്നതുപോലെ ഓടിയകലാനായിട്ട് ഒരു പരിശ്രമം ഉണ്ടാകണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകിച്ച് വ്യഭിചാരമൊക്കെ ചെയ്തു കഴിയുമ്പോ എല്ലാ ബന്ധങ്ങളും തകർന്നു, എല്ലാ ബന്ധങ്ങളും തകർന്നു. ചെയ്യുന്ന സമയത്ത് താൽക്കാലികമായ ഒരു സന്തോഷം ഉണ്ടാവും, ഒരു പ്ലഷർ ഉണ്ടാവും, ശാരീരികമായ ഒരു ആസ്വാദ്യം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞു കഴിയുമ്പോണ്ടല്ലോ എല്ലാ ബന്ധങ്ങളും തകരും. ഭർത്താവുമായിട്ടുള്ള ബന്ധം ഇത് അറിഞ്ഞു കഴിയുമ്പോ ഭാര്യയായിട്ടുള്ള ബന്ധം, മക്കളായിട്ടുള്ള ബന്ധം, ബന്ധുമിത്രാദികളുമായിട്ടുള്ള ബന്ധം, നാട്ടിൽ മുഴുവനും നാണക്കേടായി പോകും. ആ വ്യക്തിയെ ആളുകളെല്ലാം ആ കണ്ണുകൊണ്ടേ കാണുമല്ലോ. ഇനി മനുഷ്യരാരും കണ്ടില്ലെന്ന് വിചാരിച്ചോ? മനുഷ്യരാരും കണ്ടില്ലെന്ന് വിചാരിച്ചോ? പക്ഷെ ആര് കാണും? ഹലോ, ആര് കാണും? മനുഷ്യർ നമ്മൾ കഥകടച്ചിട്ട് ചെയ്യുന്നതും തലക്കുള്ളിൽ ചിന്തിക്കുന്നതും ആരും അറിയാതെ ഉറവുകൊടുക്കുന്നതും എല്ലാം നമ്മൾ ആരും അറിയുന്നില്ലെങ്കിലും നമ്മുടെ കർത്താവായ യേശുമിശിഹ കാണും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയോട് പറഞ്ഞേ, ഈശോയേ, 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 വിശുദ്ധിയിൽ ജീവിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകണമേ. അശുദ്ധിയിൽ പെടാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ചോരത്തിളപ്പുള്ള സമയത്ത് ശരീരത്തിന്റെ ജഡഭാഗങ്ങളിൽ മുഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുണ്ടല്ലോ നമ്മുടെ ശരീരം പതിയെ ചുളുങ്ങി തുടങ്ങുന്ന ഒരു കാലഘട്ടമുണ്ട്. നല്ല പ്രായത്തിൽ ചെയ്ത ഈ മാരകപാപം, പാപം നമ്മെ വേട്ടയാടും. പാപം പാപിയെ വേട്ടയാടും എന്ന് പറയും. വേട്ടയാടും, വേട്ടയാടും, 100% വേട്ടയാടും. നമ്മൾ നല്ല പ്രായത്തിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ശരീരത്തിന്റെ ആസക്തികൾക്ക് കീഴ്പ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, 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 ഈശോയേ. പിന്നെ എന്റെ
ജീവിതത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങള്, ഞാൻ കണ്ടിരിക്കുന്ന മനുഷ്യരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? അപ്പനും അമ്മയും വേലി ചാടിയ മക്കള് മതിലയാണ്. അതൊരു പഴഞ്ചൊല്ലാണ്. അപ്പനും അമ്മയും വേലി ചാടിയ, അതിങ്ങനെയാണ്, അമ്മ വേലി ചാടിയ മക്കള് മോള് മതിലയാടും എന്ന് പറയുന്ന പോലെ സംഭവിക്കും. നമ്മൾ എന്ത് പാപം ചെയ്തോ, വ്യഭിചാരമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളിലേക്ക് ആ പാമ്പ് വരും. നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ ആ പാപം നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത് പിശാച് കാണിച്ചു തരും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ശാരീരികമായ വിശുദ്ധി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ശാരീരികമായ വിശുദ്ധി. ഈശോയെ പിശാച് ഭയപ്പെട്ടിരുന്നതുകൊണ്ടാണ്, അവൻ ബ്രഹ്മചാരി ആയതുകൊണ്ടാണ്. ഈശോ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതിരുന്നത്? ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശരീരത്തിന്റെ വിശുദ്ധി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഒരു ബ്രഹ്മചാരിയായ ഒരു വ്യക്തിക്ക് പൈശാചിന്റെ മേഖലകളില് പിശാചിനെ തകർക്കാൻ പറ്റുള്ളൂ. വലുതരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശരീരത്തിന്റെ വിശുദ്ധി കാത്തു പരിപാലിക്കുക. വിവാഹേതര ബന്ധങ്ങള് ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക. പിന്നെ യുവതിയുവാക്കളോട് അച്ഛൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: വിവാഹത്തിന് മുമ്പ് ഒരിക്കലും വിവാഹത്തിന്റെ ബെഡ്ലോക്കിനുള്ളിലല്ലാതെ വിവാഹത്തിന് മുമ്പ് ഒരിക്കലും വ്യഭിചാരം എന്ന പാപത്തില് വീണു പോകരുത്. വിവാഹത്തിന് പുറമെ ഒരു പാപങ്ങളിലും വീണു പോകരുത്. ശരീരങ്ങൾ ഒരിക്കലും പങ്കുവയ്ക്കപ്പെടരുത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിക്കണം. ശരീരത്തിന്റെ വിശുദ്ധി പാലിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിശാച് ഇന്ന് നമ്മുടെ യുവത്വത്തെയൊക്കെ ഇങ്ങനെ പിടിച്ച് തലയിലെ ചിന്തകളെയൊക്കെ പിടിച്ച് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് പറയുകയാണ്, ദൈവം തന്നേക്കുന്നല്ലേ ശരീരത്തിന്റെ ഈ ആസക്തികളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിവിങ് ടുഗദറുകള്, ഒരു കാമുകൻ ഒരു കാമുകി, അത് കഴിഞ്ഞ് 2, 3, 4, 5 ശരീരത്തിന്റെ വിശുദ്ധി ഉണ്ടല്ലോ. വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സകലതും തകർന്ന് തരിപ്പടായി പോയിട്ടുണ്ടാവും. അശുദ്ധിയോടുകൂടെയാണ്, അശുദ്ധിയോടുകൂടെ ശരീരത്തോടും ആത്മാവോടും മനസ്സോടും കൂടെയാണ് വിവാഹ ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ എങ്ങനെ ദൈവാനുഗ്രഹം പ്രതീക്ഷിക്കാൻ പറ്റും? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം 5:19 വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. വചനം ഏതാ? ജ്ഞാനത്തിന്റെ പുസ്തകം 5:19. വചനം എന്താ? വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും. ഒരു പിശാചിനെയും നിങ്ങൾക്ക് തൊടാൻ പറ്റൂല. 3 കാര്യങ്ങള് എന്താണ്? ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. 3 കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നിർത്തുന്ന 3 മാലാഖമാരാണ്. ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം. ഇത് 3 ഉണ്ടോ വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റും. ഉപവാസത്തെ, ശരീരത്തെ നമ്മള് ശ്രദ്ധിക്കാതെ ഒരിക്കലും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റില്ല. ശരീരം പറയും എനിക്ക് ടൂറ് പോകണം, ശരീരം പറയും തന്തൂരി ചിക്കൻ കഴിക്കണം, ശരീരം പറയും ആട്ടിറച്ചി കഴിക്കണം, ശരീരം പറയും അവിടെ പോകണം, സിനിമക്ക് പോകണം, അടിച്ചു പൊളിക്കണം. ശരീരം പല കാര്യങ്ങളും പറയും. പക്ഷെ ആത്മാവും ശരീരവും തമ്മിൽ എപ്പോഴും ഒരു യുദ്ധമുണ്ട്. ഈ ഭൂമിയില് ശരീരത്തോടു കൂടെ നിൽക്കുമ്പോ ഇപ്പൊ തന്നെ പറയും, ചിലപ്പോ പറയും നമ്മൾ വിളിയോ പ്രാർത്ഥിക്കാനൊന്നും പോണ്ട, ശരിയാവില്ല, അവിടെ പോയാൽ കയ്യടിയും പ്രാർത്ഥനയും മാത്രമല്ല, എന്ത് ബോറിംഗ് ആണ്. അങ്ങനെയൊക്കെ അത് ശരീരത്തിന്റെ ഇതാണ്. ശരീരം ഇതൊന്നും ആഗ്രഹിക്കില്ല. എന്നാ നമ്മുടെ ആത്മാവില് വിശുദ്ധി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പ്രാർത്ഥിക്കാനുള്ള ഒരു ദാഹം ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച അമ്മച്ചിന്റെ പേര് മറന്നുപോയല്ലോ, അമ്മയുടെ പുറയിലിരിക്കുന്ന അമ്മച്ചി, ശോഭ അമ്മച്ചി. ക്യാമറ തിരിക്കും, അമ്മച്ചിനെ കാണട്ടെ, ക്യാമറ തിരിക്കും, അമ്മച്ചിനെ കാണട്ടെ. ഇത് ലോകം മുഴുവനും കാണാനുള്ളതാണ് കേട്ടോ. ഈ അമ്മച്ചി അച്ഛനോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ എന്താണെന്നറിയാമോ? അച്ഛൻ ശനിയാഴ്ച ആവാൻ കാത്തിരിക്കുക. കൈയടിച്ചെന്ന് നല്ല ഉച്ചല കൈയടിക്കുക. ശനിയാഴ്ച ആവാൻ കാത്തിരിക്കുകയാണ്. എന്തിനാണ്? വചനം കേൾക്കാനും ഈശോയെ ആരാധിക്കാനും സ്തുതിക്കാനും വേണ്ടിയിട്ട്. അത് പരിശുദ്ധാത്മാവാണ് ഈ അമ്മയുടെ മനസ്സിലത് കൊടുത്തത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടാകുമ്പോഴാണ് പ്രാർത്ഥിക്കാനുള്ള ദാഹം ഉണ്ടാവുള്ളൂ.
എങ്ങനെയെങ്കിലും ശനിയാഴ്ചയാവണം, എങ്ങനെയെങ്കിലും ഓടി ദേവാലയത്തിൽ വരണം, ഈശോയെ ആരാധിക്കണം, വചനം കേൾക്കണം, വചനം വായിച്ച് 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 കൊതിയോടെ ഇവിടെ നിൽക്കണം. അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഇടവകയില് വന്നു കഴിഞ്ഞപ്പോ എത്രയോ കുട്ടികള് ഇപ്പൊ വചനം കാണാൻ പാടാൻ പറയുന്നവര്, എത്ര അമ്മമാര് വചനം രാവും പകലൊക്കെ വചനം ഇരുന്ന് വായിക്കുന്നവര്. ഇത് പരിശുദ്ധാത്മാവിനെ കിട്ടി, കൊതി കിട്ടി, ദാഹം കിട്ടി. അച്ഛൻ ചില അമ്മമാരെ അച്ഛനടുത്ത് പറയും, അച്ഛാ പണ്ട് നന്നായിട്ട് പരദൂഷണം പറയുമായിരുന്നു, ഇപ്പോ പരദൂഷണം പറയാനില്ല. അപ്പൊ അതുകൊണ്ട് വചനം വായിക്കാൻ പറ്റുന്നുണ്ടോ? ലോകവും ദൈവവും ഒരുമിച്ച് പോവില്ല. ലോകത്തിന്റെ അരൂപിയിൽ നിന്നും മാറിയാലേ ദൈവത്തിന്റെ അരൂപി നമ്മളിലേക്ക് കയറുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മദ്യപാനമൊക്കെ തെറ്റാട്ടോ, മദ്യപാനം നിന്റെ ജീവിതത്തെ കാർന്നു തിന്നോട്ടോ. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അച്ഛന്റെ കൂടെ, അച്ഛന്റെ യൂട്യൂബിലൂടെ കുറെ പേര് കാണുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ്. നിങ്ങളൊക്കെ നല്ല വിശുദ്ധരാണ്, കാണുന്ന ചിലപ്പോൾ പാപികളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. മദ്യപാനം തെറ്റാട്ടോ. മദ്യപാനം മൂലം തകർന്ന എത്ര കുടുംബങ്ങളുണ്ട്, നശിഞ്ഞ് കുത്തുവാളയെടുത്ത് എത്ര കുടുംബങ്ങളുണ്ട്. ചിലപ്പോ കോടീശ്വരനൊക്കെ ആയിരിക്കാം, ഈ പണമൊന്നും കയ്യിൽ നിൽക്കൂല. മദ്യപിക്കുന്ന വ്യക്തികളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പണമൊക്കെ ഇങ്ങനെ ചോർന്നു പോകും. ആ മദ്യപാനികൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എത്രയോ അമ്മമാരുണ്ട്, എത്രയോ മക്കളുണ്ട്, ഇല്ലേ? എത്രയോ മക്കളുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് മദ്യപാനത്തിൽ നിന്ന് എന്റെ ഭർത്താവിനും മക്കൾക്കൊക്കെ വിടുതൽ നൽകണമേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും നമ്മള് പത്രങ്ങൾ തുറന്നു നോക്കുമ്പോ 3 കിലോ കഞ്ചാവ് പിടിച്ചു, 2 കിലോ കഞ്ചാവ് പിടിച്ചു, 1 കോടിയുടെ കഞ്ചാവ് പിടിച്ചു. ലഹരി വിടാതെ എപ്പോഴും കഞ്ചാവ് പിടുത്തം മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സസൈസിന് കിട്ടുന്നത്. അത്രയും ലഹരി ഈ നാട്ടിലൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്നുള്ള നമ്മുടെ മക്കളൊക്കെ പ്രത്യേകം പൊതിഞ്ഞു പിടിക്കണം. ആൺകുട്ടികളെയും മാത്രമല്ല പെൺകുട്ടികളെയും. പുകവലി, ഒരു പയ്യനെ എന്റെ അടുത്ത് കൊണ്ടെന്ന് പറഞ്ഞു, 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 8ാം ക്ലാസ്സില് ചെയിൻ സ്മോക്കറാണ്. 8ാം ക്ലാസ്സിൽ അവന്റെ അമ്മ കൊണ്ടുവന്നാണ്. ചെറുക്കൻ നല്ല നെരുന്ത് പോലെ ഇരിക്കുകയാണ്. ഒരു ഇടവക ധ്യാനത്തിന് പോയി കഴിഞ്ഞിട്ട് പോകുമ്പോൾ വന്നേക്കാണ്, അമ്മ കൊണ്ടുവന്നേക്കാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പോയി ചെയിൻ സ്മോക്കറാണ്. വലിച്ചില്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചോളി. അച്ഛൻ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അവനെ മാത്രം നിർത്തിയിട്ട് ചോദിച്ചേടാ നിനക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഞാൻ 6ാം ക്ലാസ്സിൽ വെച്ച് കുട്ടികള് ചേട്ടന്മാര്, സ്കൂളിലെ ചേട്ടന്മാര് കണ്ടു വലിച്ച് ഇപ്പൊ വയ്യാണ്ടായി, പറ്റൂല, വലിക്കാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല. കണ്ടോ നമ്മുടെ തലമുറകള് പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ അച്ഛൻ പറയാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയെ അജയ്യമായ വിശുദ്ധി അജയ്യമായ പരിചയാക്കണം. നോക്കിയേ, നല്ല ഉപവാസത്തോടെ പ്രാർത്ഥനയോടെയും ചിന്തകളും ആത്മാവും മനസ്സും ഒക്കെ വിശുദ്ധിയോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ച് ഏത് കാര്യവും നടക്കും. നല്ല വിശുദ്ധനായ അപ്പൻ, മദ്യപാനമൊന്നുമില്ല, പുകവലിയൊന്നുമില്ല, പരദൂഷണ കമ്മിറ്റികളിലൊന്നുമില്ല, നല്ല പോലെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാളിപ്പോയ അനുദമിക്കുന്ന നല്ല വിശുദ്ധനായ ഒരു അപ്പം വന്നിട്ട് മക്കളുടെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച മക്കൾ വിശുദ്ധരാകും. നല്ല വിശുദ്ധിയായ ഒരമ്മ, ഒരു പരദൂഷണമില്ല, ഒരു വെറുപ്പും വൈരാഗ്യവും ഒന്നും വെക്കുന്നില്ല, മുറിവേൽപ്പിച്ച ആളുകളോട് ക്ഷമിക്കാനുള്ള ഒരു ഹൃദയം ഉണ്ടെന്നുള്ളൊരു നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ചെന്നിട്ട് മക്കളുടെ തലയിൽ കഴിച്ച് നിന്നെ ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹം വരും, ആ മക്കളിലേക്ക് അനുഗ്രഹം വരും. ഞാനിവിടെ നിൽക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എൻ്റെ അപ്പനും അമ്മയും. 100% ഞാനത് എവിടെ ചെന്നാലും പറയും. നല്ല വിശുദ്ധരായ മാതാപിതാക്കൾക്ക് വിശുദ്ധരായ മക്കൾ ഉണ്ടാവുള്ളൂ. ഞങ്ങൾ 3 പേരാണ്, 2 പേര് അച്ഛന്മാരാണ്. എങ്ങനെയാണത് സംഭവിച്ചത്? എന്റെ അപ്പൻ കുഞ്ഞുനാൾ മുതൽ ഒരു പള്ളിയിൽ പോയ ചെവിക്ക് കിട്ടു ഒട്ടിച്ചതുപോലെയാണ് പള്ളിയിൽ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുള്ളൂ, ഒരിക്കലും കൈ പറിക്കൂല. ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ കുഞ്ഞുനാളം മുതല് എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഒരു ദിവസം പോലും പള്ളിയിൽ പോകാതിരിക്കാൻ പറ്റില്ല. അമ്മ അടിച്ച് ഊപ്പാട് വരുത്തി കളയും. നമ്മൾ പള്ളിയിൽ പോയില്ലെങ്കിൽ അമ്മ ഭക്ഷണം തരൂല എന്ന്. ഭയങ്കര ക്രൂരയായ സ്ത്രീയാണ്. അപ്പൊ അന്ന് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. ഞാനും എന്റെ ചേട്ടനും അനിയനും. പിന്നീട് ഞങ്ങൾ 2 പേരും സെമിനാരിൽ പോയി കേട്ടാണ് ജനിക്കുന്നത്. അപ്പൊ ചേട്ടന്റെ കയ്യും ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് ഓരോ കൂടെ കീഴിലാണ് ഞങ്ങൾ കിലോമീറ്റർ നടക്കണം പള്ളിയിലേക്ക്. ഞങ്ങൾ നടന്ന് എല്ലാ ദിവസവും പള്ളി ട്രോസിലോട്ട് പോകും. ഇടിവെട്ടും മഴയൊക്കെ ഉള്ള ദിവസം ഒരു ദിവസം ഞാൻ ഓർക്കാണ്, എമ്മാനുവൽ ലോപ്പസ് എന്ന് പറഞ്ഞൊരു വികാരിയച്ഛൻ എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയാണ്, ആ കുഞ്ഞുങ്ങളെ പള്ളിയിൽ വിടുന്ന ഇടിവെട്ടും മഴയാണ്. അമ്മ പറഞ്ഞു, ഇല്ല, ഇടിവെട്ടും മഴയും നൽകുന്നത് കർത്താവാണ്, സംരക്ഷിക്കുന്നത് കർത്താവാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദിവസവും അവര് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. പറ്റുമെങ്കിൽ രാവിലെ വൈകുന്നേരം കുർബാനയ്ക്ക് പോകും.
രാവിലെ മുതൽ വൈകുന്നേരം വരെ കർത്താവേ എന്റെ മകനെ അനുഗ്രഹിക്കണമേ, എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. അങ്ങനെ നല്ല സുഹൃത്തുള്ള മാതാപിതാക്കളിൽ നിന്ന് നല്ല സുഹൃത്തുള്ള മക്കളെ കിട്ടുള്ളൂ. ചില കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കാണുമ്പോ ഈ കുഞ്ഞ് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് അപ്പൊ ചിന്തിക്കുമ്പോ അവരുടെ അപ്പനും അമ്മയോടൊക്കെ സംസാരിക്കുമ്പോ വെറുതെ അല്ല, അത്രയും പുണ്യപ്പെട്ട മാതാപിതാക്കളാണ്. ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വൈദികരെ ബഹുമാനിക്കുന്നു, കൂടെ കൂടെ കുമ്പസാരിക്കുന്നു, കൗടാശിക ജീവിതം നടത്തുന്നു. നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കൾ ഉണ്ടാവുള്ളൂ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധിയെ അജയ്യമായ പരിധിയാക്കും കേട്ടോ. പിശാച് ഏറ്റവും കൂടുതൽ വ്യക്തിയിൽ വെറുക്കുന്നത് പേഴ്സണൽ ഹോളിനെസ് ആണ്. വ്യക്തിപരമായ വിശുദ്ധി അവന് ഇഷ്ടമല്ല. നിങ്ങൾ തിന്മയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില കൊടും ഭാവികളൊക്കെ ഇങ്ങനെ മല പോലെ ഇങ്ങനെ കൊഴുത്ത് വളർന്നുകൊണ്ടിരിക്കും. ചിലർ പറയും അച്ഛാ എത്ര പാപം ചെയ്തിട്ടും അവൻ വളർന്നുണ്ടോ, പ്രാർത്ഥിച്ചിട്ട് ഞാൻ വളരാത്ത കണ്ടോ. പിശാചിന്റെ കൂടെ കൂടെ പോകുമ്പോ അവന് ഇങ്ങനെ ബ്രോയിലർ കോഴി പോലെ വളർത്തി അവസാനം കൊണ്ട് കുടിയിലിടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പാപവും ചെയ്തിട്ട് വ്യഭിചരിച്ചിട്ട് അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് പുകവലിച്ചിട്ട് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടിട്ട് എല്ലാ അവിഹിത ബന്ധങ്ങളിലും വീഴ്ചകളിലും ജീവിച്ചിട്ട് സ്വയംഭോഗം സവർഗഭോഗം എല്ലാ പരദൂഷണങ്ങളും വെറുപ്പ് വൈരാഗ്യം വിദ്വേഷത്തിലൊക്കെ ജീവിച്ചിട്ട് നീ വിചാരിക്കുന്നുണ്ടോ നീ രക്ഷപ്പെടുമെന്ന്? നിന്റെ ശരീരത്തിന് ഇപ്പൊ നല്ല ആയാസം ഉണ്ടാകാം, അതുകൊണ്ട് ആരും അറിയുന്നില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ, ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയില് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, അവസാനം നീ കുഴിയിൽ പോയി വീഴും. ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഒരു തകർച്ചയിലേക്ക് നീ പോയി വീഴും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളിച്ച് ഈശോയേ, 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 ഈശോയേ. അപ്പൊ എന്തായിരുന്നു അച്ഛൻ പറഞ്ഞ ഇത്ര നേരം? 4 ആഗ്രഹങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. 4 ആഗ്രഹങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ എന്താ? ഈശോയെ കാണാനും സ്പർശിക്കാനും അറിയാനുള്ള ആഗ്രഹം. രണ്ടാമത്തേത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കാനുള്ള ആഗ്രഹം. മൂന്നാമത്തേത് ദിവ്യകാരുണ്യത്തെ ആരാധിക്കാനുള്ള ആഗ്രഹം. നാലാമത്തേത് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം കേട്ടോ. വിശുദ്ധിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കണം. ഈ അടുത്തതാണ് വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ആഗ്രഹം ഉണ്ടാവണം കേട്ടോ. വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ആഗ്രഹം ഉണ്ടാവണം കേട്ടോ. വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. അച്ഛൻ താഴോട്ട് ഇറങ്ങി വരട്ടെ? ബുദ്ധിമുട്ടാവോ? താഴോട്ട് ഇറങ്ങി വരട്ടെ? ദീദി മെനീച്ച ആവോ ക്യാ? ദീദിക്ക് വേണ്ടി ഞാൻ ഇടയ്ക്ക് തമിഴ് ഹിന്ദി പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാണ് അവിടെ പഠിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പൊ വചനം വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവണം. മത്തായി 4:4 എടുക്ക്. മത്തായി 4:4 എടുക്ക്. വചനം എല്ലാവരും ഈ വചനമൊക്കെ എല്ലാവരും കാണപ്പാടം പഠിക്കണം. വെറുതെ ആവരുത് ഇവിടെ വരുന്നത്. വചനം പഠിച്ച് വചനത്തിന് നിറവുണ്ടാവണം. വചനം നിറഞ്ഞാല് എല്ലാ അന്ധകാര ശക്തികളും പൈശാചികമായ പീഡകളും നമ്മളെ വിട്ടു പോവുള്ളൂ. മത്തായി 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ അതിരങ്ങളിൽ നിന്ന് നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ശരീരത്തിന് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. നല്ല ഭക്ഷണം, തന്തൂരി ചിക്കൻ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് വചനം. ആത്മാവിന്റെ ഭക്ഷണമാണ് ദിവ്യകാരുണ്യം. ആത്മാവിന്റെ ഭക്ഷണമാണ് ആരാധന കേട്ടോ. ശരീരത്തിന് വേണ്ടതെല്ലാം നമ്മൾ കൊടുക്കുന്നു. ആത്മാവിന് കൊടുക്കേണ്ടത് നമ്മൾ മറന്നു പോകരുത് കേട്ടോ. വചനത്തിന്റെ നിറവ് കൊടുക്കണം, വചനം കൊടുക്കണം. എങ്കിലേ ആത്മാവ് ഇങ്ങനെ തന്തൂരി ചിക്കന്റെ പോലെ ഇരിക്കുള്ളൂ കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 6:63. യോഹന്നാൻ 6:63. യോഹന്നാൻ 6:63.
വചനം ഇങ്ങനെ മറിച്ച് ശീലിക്കണം. എവിടെയാണ് യോഹന്നാൻ, എവിടെയാണ് മത്തായി, എവിടെയാണ് ഞാനിപ്പോ ധ്യാനിപ്പിക്കാനൊക്കെ ചെന്ന് കഴിയുമ്പോ കാണും. ഉൽപ്പത്തി എന്ന് പറയുമ്പോൾ വെളിപാടെന്ന് മറിച്ചു തുടങ്ങും, വെളിപാടെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി എന്ന് മറിച്ചു തുടങ്ങും. അതായത് ജീവിതത്തില് ബൈബിള് കൈവിട്ട് തൊട്ടിട്ടുണ്ടാവില്ല. നോക്കട്ടെ ആരൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് എടുക്കുന്നതെന്ന്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടുത്തോ, വായിച്ചോ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് നമ്മൾ പോകണം. എന്നാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കേട്ടോ, യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. കേട്ടോ, വചനം ഭക്ഷിച്ചു കഴിയുമ്പോ ജീവൻ കിട്ടും, പുതുജീവൻ കിട്ടും. ദീദി हम लोगों को नवजीवन मिलेगा. जो लोग वचन खाते हैं, वचन पीते हैं, वो लोगों को जीवन मिलेगा. ओके, वलदेरम उयर्ത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഒരു കരം ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരിലേക്ക് അങ്ങയുടെ അഭിഷേകം എടുക്കണമേ, വചനത്തിന്റെ അഭിഷേകം എടുക്കണമേ, ശക്തി എടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റൂഹ 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 റൂഹാന 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 റവലീഷ റവലീഷ ഓമേഗ ഓമേഗ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ആരാധന, ആരാധന, ആരാധന. സങ്കീർത്തനം 17:4. സങ്കീർത്തനം 17:4. അച്ഛന്റെ ഓർമ്മ ശരിയാണോ എന്ന് അറിയത്തില്ല. സങ്കീർത്തനം അങ്ങയുടെ വഴികൾ അനുസരിച്ചപ്പോൾ ഞാൻ പാപികളുടെ വഴിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. നല്ല വചനമാണെന്ന് നോക്കിയേ. സങ്കീർത്തനം 17:4. അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു, അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. ഒന്നുകൂടി വായിച്ചേ. എല്ലാവരും എടുത്തവരെന്ന് കൈവീശേ, എടുത്തവരെന്ന് കൈവീശേ. വെറുതെ കൈവീശല്ലേ, എടുത്തവര് കാരണം കൈവരും. അപ്പൊ നമുക്കൊന്ന് ഒരുമിച്ച് വായിച്ചാലോ? എല്ലാവരും കൂടി ഒരുമിച്ച് വായിച്ചാലോ? അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു, അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു. കർത്താവിന്റെ വചനമനുസരിച്ച് ആരൊക്കെയോ ജീവിക്കുന്നത് അവർ അക്രമികളുടെ പാതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. കർത്താവിന്റെ നിയമങ്ങള്, കർത്താവിന്റെ കൽപ്പനകളൊക്കെ ആരനുസരിച്ച് ജീവിക്കുന്നോ അവര് അക്രമികളുടെ പാതയിൽ നിന്ന്, തിന്മയുടെ പാതയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. കോട്ടുവായി വരുന്നുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഒറ്റ വിളിച്ച് ഈശോയേ, 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 ഈശോയേ. സന്തോഷമാണോ നിങ്ങൾക്ക്? വചനം കേൾക്കുമ്പോൾ ആനന്ദം തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. കൊതി തോന്നുവാണ് നിങ്ങളോട് വചനം പ്രഘോഷിക്കാൻ. നിങ്ങൾ കേൾക്കാൻ കൊതിയുണ്ടോ? ഉണ്ടോ? കൊതിയുള്ളവർക്ക് കൈവീശേ. വെരി ഗുഡ്, സന്തോഷമുണ്ട്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? ഒരു അഭിഷേകമുള്ള ആള് ഒരു തീപ്പൊരി പോയി കാട്ടിലെ ഉണക്കിരകളിൽ പോയി വീണാൽ മതി. ഒരു തീപ്പൊരി കാട് മുഴുവനും കത്തിക്കും. ഇതുപോലെയാണ് ഒരഭിഷേകമുള്ള ഒരാളുണ്ടായാൽ മതി. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിവിടെ ഉള്ള എല്ലാവരും അഭിഷേകമുള്ളവരാണ്. ഈ അഭിഷേക കാറ്റ് മലപ്പുറം മുഴുവനും പരക്കും. എല്ലാ പിശാചുകളെ ഓടിച്ചത് കെട്ടി ഇവിടെ ഞാൻ കൊണ്ടുവരും. എല്ലാത്തിനെയും ബന്ധിച്ച് നരകത്തിലേക്ക്, തീയിലേക്ക് തള്ളി വീടും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കാര്യമുള്ളത്, പിശാചുക്കൾ ടെറിട്ടോറിയലാണ്. ഓരോ തെരുവിനും ഓരോ നായുണ്ടല്ലോ, നായക്കൂട്ടങ്ങള്. ഇതുപോലെ ഓരോ പ്രദേശങ്ങളിലും പിശാച് കൂട്ടങ്ങൾ ഉണ്ടാവും. ഓരോ തെരുവുകൾക്കും ഓരോ പ്രദേശങ്ങൾക്കും ആ പ്രദേശത്തിന് അരൂപി ഉണ്ടാവും. നമ്മളിവിടെ ധ്യാന കേന്ദ്രം തുടങ്ങുമ്പോ ആ പ്രദേശത്തിന്റെ അരൂപി ടെൻഷനിലായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിങ്ങനെ സ്തുതിച്ച് വചനം വായിച്ച് കേട്ട് ആരാധിച്ച് ആ രൂപീനെ നമ്മൾ ഇവിടുന്ന് ഓട്ടിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 107:19-20. സങ്കീർത്തനം 107:19-20. സങ്കീർത്തനം 107:19-20. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു.
അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. എല്ലാവരും കണ്ണടച്ച് കരങ്ങളിൽ നിന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ വചനത്തിന്റെ അഭിഷേകം മുഴുവനും നിറയട്ടെ. ഈ വചനം നിങ്ങളിലേക്ക് ഒരു മരുന്ന് പോലെ ഇറക്കാൻ പോവുകയാണ്. ഈ വചനം പറയുന്ന നിമിഷത്തില് കണ്ണും പൂട്ടി വിശ്വസിച്ചോ, ഈശോ നിങ്ങൾക്ക് സൗഖ്യം തരും, വിടുതല തരും. എല്ലാ രോഗങ്ങളിൽ നിന്ന് കുടുംബത്തിലുള്ള എല്ലാ ബന്ധനങ്ങളും അടിയും. വചനം എന്ന് പറഞ്ഞേ, അപ്പോൾ നിങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ്, ഈശോയെ അങ്ങയുടെ വചനം അയച്ച് എന്നെ വിടുവിക്കണമേ. ഈശോയെ അങ്ങയുടെ വചനം അയച്ച് എനിക്ക് സൗഖ്യം നൽകണമേ. ഈശോയെ അങ്ങയുടെ വചനം അയച്ച് എന്റെ കുടുംബത്തിന്, എന്റെ ജീവിതത്തിന് രക്ഷ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കി എന്ന് പറഞ്ഞ്, വചനം നിനക്ക് വിടുതൽ തരുമെന്ന് പറഞ്ഞു, വചനം നിനക്ക് സൗഖ്യം തരുമെന്ന് പറഞ്ഞേ, വചനം നിനക്ക് ആനന്ദം തരുമെന്ന് പറഞ്ഞേ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 1:1 വേഗം എടുക്കും. വചനം എടുക്കുന്ന ചാട്ടുളി പോലെ വചനം ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ എല്ലാവരും മാറണം. ഒരു 500 വചനമൊക്കെ കാണാപ്പാടം പറയണം. വചനം നിറവില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബന്ധനങ്ങൾ അഴിയില്ല. വചനമാണ് വിടുതൽ, വചനമാണ് ശക്തി. ലോഗോസ് യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുക. ആ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പിശാചിന്, ഒരു ബന്ധനം, ഒരു രോഗവും ഒരു ശാപവും നമ്മുടെ ഹൃദയത്തിലില്ല. വചനം എടുത്തോ, യോഹന്നാൻ 1:1. എന്താ? വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇനി 1 യോഹന്നാൻ 1:1. അമ്മച്ചി ആ പ്രായത്തിൽ നിങ്ങൾ ശുഷ്കാന്തി ഉണ്ടോ? വചനം എടുക്കാനുള്ള ദാഹം കണ്ടോ? ഞാൻ പറയട്ടെ, അമ്മച്ചി ഒന്ന് എഴുന്നേക്ക്. ഈ അമ്മച്ചിയുടെ, ഞാൻ വീട്ടിൽ വെഞ്ചിരിക്കാൻ ചെന്നപ്പോ ഉണ്ടല്ലോ, ഈ അമ്മച്ചി വചനം ഭയങ്കരമായിട്ടിരുന്ന് വായിക്കുന്നേ, മണിക്കൂറുകളിരുന്ന് വചനം വായിക്കും. എന്നിട്ട് ഇപ്പോ പുതിയ കണ്ണടയൊക്കെ മേടിച്ചിട്ടു, പുതിയ ബൈബിള് മേടിച്ചു. ദാഹം കണ്ടോ? ദാഹം കണ്ടോ? ആത്മാവിന്റെ കൊതി കണ്ടോ? ഞാൻ എന്ത് വചനം പറഞ്ഞു, ഒരു സെക്കൻഡ് വേണ്ട, അവിടെ എടുത്തു കഴിഞ്ഞു. ആ പ്രായത്തിൽ ശുഷ്കാന്തി ഉണ്ടോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കട്ടെ, അമ്മച്ചി ഇരിക്കുന്നു. വെരി ഗുഡ്. അമ്മച്ചിയുടെ ഒക്കെ ഒരു ഇത്തിരി അഭിഷേകമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്, നിങ്ങൾക്കല്ല, എനിക്ക് കേട്ടോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വായിച്ചോ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഒന്നുകൂടി വായിച്ച്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവന്റെ വചനമാണ്. ഈ വചനം ആരൊക്കെ കണ്ണുകൊണ്ട് കാണുന്നുവോ, കാതുകൊണ്ട് കേൾക്കുന്നുവോ, കരങ്ങൾ കൊണ്ട് സ്പർശിക്കുന്നുവോ, അവരുടെ ഉള്ളിലേക്ക് ജീവൻ നിറയും. ജീവൻ പുതുജീവൻ നിറയും. പുതു സൃഷ്ടിയായിട്ട് രൂപാന്തരപ്പെടും. ധൈര്യം കിട്ടും, വിടുതൽ കിട്ടും, ശക്തി കിട്ടും, ആനന്ദം കിട്ടും. വചനം വായിക്കുന്നവർക്കും ധ്യാനിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ ചിന്ത എന്തായിരുന്നു? ഇന്ന് പറഞ്ഞ രണ്ടാമത്തെ ചിന്ത എന്തായിരുന്നു? വചനം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും ആഗ്രഹം ഉണ്ടാവണം. ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ 2 ആഗ്രഹങ്ങളാണ് ഇന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഒന്ന്, അമ്മണിയമ്മ എന്താ ഒന്നാമത്? പിശാച് വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹം ഉണ്ടാവണം. രണ്ടാമത്തേത് വചനം വായിക്കാനും പഠിക്കാനും
ധ്യാനിക്കാനും ആഗ്രഹം ഉണ്ടാവണം. അച്ഛൻ ഒരു പോയിന്റും കൂടി പറയട്ടെ. മടുത്തോ നിങ്ങള്? ക്ഷീണിച്ചോ? ഞങ്ങള് വെള്ളിയാഴ്ചകളിൽ അവിടെ കൂടുമ്പോ എങ്ങനെയാന്ന് രാവിലെ എത്ര 11 മണിക്ക് ഞാൻ കയറിയ ചിലപ്പോ 1 മണി 1:15 1:30 ഒറ്റ വചനം മാത്രമേ പറയുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ അവസാനം ക്ഷീണിച്ച് ഉണക്കമീൻ പോലെ ആയിട്ടുണ്ടാവും. അവരിപ്പോഴും അപ്പോഴും പറയും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, തുള്ളിച്ചാടി അവര് നിൽപ്പുണ്ടാവും. ആ ദാഹം കൊണ്ട് നമുക്ക് വചനം പറയാനായിട്ട് ഒരു കൊതി തോന്നും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അതാണ് 2 ചിന്തകള് അച്ഛൻ പറഞ്ഞു. ഇനി 3ാമത്തെ ചിന്ത ഇതാണ്, പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹം ഉണ്ടാവണം. എന്താണ്? പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗ്രഹം ഉണ്ടാവണം. അപ്പോസ്തല പ്രവർത്തനങ്ങള് 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളില് പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ ശിഷ്യന്മാര് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം ആകാശത്തു ഉണ്ടായി. അവരത് സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരം അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. മതി കണ്ടോ? വചനം കണ്ടോ? ഈശോയുടെ മരണത്തിന് ശേഷം ഈ ശിഷ്യന്മാരെല്ലാവരും പേടിച്ച് കഥകളച്ച് നിൽക്കാണ്. പരിശുദ്ധ അമ്മയുടെ മനോഹരമായ ചൈതന്യമുള്ള സാന്നിധ്യത്തില് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പെന്തക്കോസ്താ ദിനത്തില് എന്ത് സംഭവിക്കുന്നു? ആര് വരുന്നു? പരിശുദ്ധാത്മാവ്. ആ കൊടുങ്കാറ്റടിക്കുന്നു. ആരവത്തോടെ പരിശുദ്ധാത്മാവ് തീനാളങ്ങളുടെ രൂപങ്ങളില് ആരിലേക്ക് വന്ന് നിറയുന്നു? ശിഷ്യന്മാരിൽ വന്ന് നിറയുന്നു. ആ സമയം അവരിൽ നിന്ന് എന്ത് വിട്ടുമാറുന്നു? ഭയം വിട്ടുമാറുന്നു. അവരെന്ത് ചെയ്യാണ്? ഭാഷാവരത്തിൽ നിറഞ്ഞ് സ്തുതിക്കുകയാണ്, കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെ ലോകം മുഴുവനും പോയി ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്നവരായിട്ട് മാറുകയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ഭയം വിട്ടുമാറുക. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നിരാശ വിട്ടുമാറുക. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് പാപബന്ധനങ്ങൾ അഴിയുക. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് പൈശാചിക പീഡകൾ അഴിയുക. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് രോഗസൗഖ്യങ്ങൾ ഉണ്ടാകുക. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയണം. വ്യക്തിപരമായി പറയണം. ടീച്ചർ പറഞ്ഞ പോലെ വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അപ്പോസ്തല പ്രവർത്തനങ്ങള് 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് പോയേ. 16-ാം അധ്യായം 25 മുതല്, ഓർമ്മ ശരിയാണ്, 25 മുതല് 34 വരെയുള്ള വാക്യങ്ങൾ. തടവറയിലെ അത്ഭുതം. തടവറയിലെ അത്ഭുതം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16, 25, 34. കണ്ണോടിക്കണം. കണ്ണോടിക്കണം. വചനത്തിലൂടെ കണ്ണോടിക്കണം. വചനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് വിടുതല്. വചനത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് സൗഖ്യം. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച്. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനങ്ങൾ ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഇവിടെ നമ്മള് ആരാധനയുടെ സമയത്ത് ഈശോയെ സ്തുതിക്കും, ഈശോയെ ആരാധിക്കും. ഈശോയെ സ്തുതിക്കുമ്പോഴാണ് ബന്ധനങ്ങൾ അഴിയുക, വിടുതൽ കഴിയും. ഇപ്പൊ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതിരം തുറന്ന് കംപ്ലീറ്റ് അങ്ങോട്ട് ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിച്ചു നോക്കിയേ. പൗലോസിലും സീലാസിലും വന്ന പരിശുദ്ധാത്മാവ് നമ്മളിലും വന്ന് നിറയും. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നു. അവനുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് വായിച്ചോ, തുടർന്ന് വായിച്ചോ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ കുലുങ്ങി. നിൽക്കട്ടെ. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിന്റെ അടിത്തറ വലിങ്ങി. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോ ഇളകാത്ത മനുഷ്യരെല്ലാം ഇളകി തകർന്നു. വെറുപ്പിന്റെ കെട്ടുകൾ അഴിയും, വിദ്വേഷത്തിന്റെ കെട്ടുകൾ അഴിയും, വൈരാഗ്യത്തിന്റെ കെട്ടുകൾ അഴിയും, രോഗത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ അഴിയും.
ഒരു പൂർണ്ണ മനുഷ്യനായിട്ട് മാറാൻ പറ്റും. അടിത്തറ ഇളകും. ചിലരൊക്കെ പറയും, അച്ഛൻ എത്ര പരിശ്രമിച്ചിട്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എന്നെ ഇന്നലെ വേളയില് വേദനിപ്പിച്ച ആ വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാനേ പറ്റുന്നില്ല. ക്ഷമിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ്. പരിശുദ്ധാത്മാവിനെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് സ്തുതിച്ചു കഴിയുമ്പോ അടിത്തറകൾ ഇളകും, വെറുപ്പിന്റെ അടിത്തറകൾ ഇളകും. നമ്മുടെ മനസ്സിലും ആത്മാവിലും ഒക്കെ ഉള്ള ആന്തരിക മുറിവുകളുടെ അടിത്തറകള് ഇളകും, പുതിയൊരു സൃഷ്ടിയായി മാറും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ വചനം വായിച്ചോ. എല്ലാ വാതിലുകളും തുറക്കപ്പെടും. എല്ലാ വാതിലുകളും തുറക്കപ്പെടും. എല്ലാം തുറക്കും. ഒരു വാതിലല്ല, എല്ലാ വാതിലുകളും തുറക്കപ്പെടും. സ്തുതിക്കുന്നവര്, ആരാധിക്കുന്നവര്, മഹത്വപ്പെടുത്തുന്നവർക്ക് എല്ലാ വാതിലും തുറക്കപ്പെടും. ഇനി എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീഴും. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴും. ഓക്കെ, മതി, അത്രയും മതി കേട്ടോ. എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീഴും. ഈ എല്ലാ ചങ്ങലകളും അഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? സ്തുതിക്കണം. വാ തുറന്നങ്ങോട്ട് സ്തുതിക്കണം. നമ്മള് ഈ സ്വരം ഉണ്ടാവും എന്നുള്ള ചിന്തയൊന്നുമില്ല. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കണ്ണു കൂട്ടി അങ്ങോട്ട് സ്തുതിച്ചോളാം. അച്ഛനെ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോ ഉണ്ടാകുന്ന എന്താണെന്ന് അറിയാമോ? എന്റെ ഹൃദയത്തിൽ ആനന്ദം. ഇങ്ങനെ സ്തുതിക്കുമ്പോ, ഇങ്ങനെ ആരാധിക്കുമ്പോ, ഇങ്ങനെ മഹത്വപ്പെടുത്തുമ്പോ, ഇങ്ങനെ ജീവിക്കുമ്പോ എന്റെ ഉള്ളില് ഒരു ആനന്ദമാണ്, എപ്പോഴും ആനന്ദമാണ്. ഈ ഭൂമിയിൽ ഒരു പ്രശ്നത്തിനും എടുത്തു കളയാൻ പറ്റാത്തൊരു ആനന്ദമുണ്ട്. ഇനി താൽക്കാലികമായി എവിടെയെങ്കിലും ഒരു സങ്കടം വന്നാൽ തിരിച്ചു വരും. ഈശോ ഉണ്ട്, ഈശോയുടെ ശക്തിയുണ്ട്, ഈശോയുടെ ആത്മാവുണ്ട്, ഈശോയുടെ വിടുതലുണ്ട്, ഈശോയുടെ ആനന്ദം ഉണ്ടെന്ന് എന്റെ ആത്മാവ് തന്നെ എന്നോട് പറയും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയേ. അച്ഛനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയതാണ്. ഒരിക്കലും ഒരു പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ പോയതാണ്. അപ്പൊ ധ്യാനിപ്പിക്കുന്നതിന് സമയത്ത് പീഡാനുഭവ ധ്യാനമാണ്. അപ്പൊ 3 ദിവസവും 3 വലിയ ധ്യാന ഗുരുക്കന്മാരാണ് വന്ന് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ പുട്ടിന് പേര് എന്ന പോലെ അച്ഛനെ കയറ്റി. ഒരു ദിവസം അച്ഛനെയും ആ വികാരി അച്ഛൻ ധ്യാനിപ്പിക്കാനായിട്ട് വിളിച്ചു. അപ്പൊ ഞാൻ ധ്യാനിപ്പിക്കാൻ ചെന്നേക്കാണ്. അപ്പൊ വികാരിയച്ഛൻ പറഞ്ഞു, ഫസ്റ്റ് ഡേ കഴിഞ്ഞു, 2ാമത്തെ ദിവസമാണ്. അപ്പൊ വികാരിയച്ഛൻ പറഞ്ഞു, അച്ഛൻ വിഷമമൊന്നും വിചാരിക്കരുത്. ഞാൻ എന്തിനാ വിഷമിക്കണേ? അതായത് ഇന്നലെ ധ്യാനം തുടങ്ങിയപ്പോ കുർബാനയ്ക്ക് ഫുൾ ആളാണ് പള്ളിയിൽ. ഫുൾ ആളെന്ന് പറഞ്ഞാൽ 10-600 പേര് പള്ളിയിൽ നിറച്ചിരിക്കുകയാണ്. ഒരു കസേര പോലും ബാക്കിയില്ല. പക്ഷെ അച്ഛ ഇന്നലെ ധ്യാനഗുരുവിന്റെ ടോക്ക് തുടങ്ങിക്കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി. 500 പോയി, 5 പേരെ ഉണ്ടായുള്ളൂ പള്ളിയിൽ. 5 പേരെ ഉണ്ടായുള്ളൂ. അപ്പം അതുകൊണ്ട് വിഷമമൊന്നും വിചാരിക്കണ്ട. ഇവരൊക്കെ ടൗണിലുള്ള ആളുകളാണ്. വീട്ടിൽ ചെന്നിട്ട് വേണം കഞ്ഞി വെക്കാനും തന്തൂരി വറുക്കാനൊക്കെ. അപ്പം അതുകൊണ്ട് എല്ലാവരും പോയി പോകും. അച്ഛൻ വിഷമമൊന്നും വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു, എന്തിനു വിഷമിക്കും? ഒരു വിഷമവും ഇല്ല. ഒരാത്മാവുണ്ടെങ്കിൽ ഒരാത്മാവിന് ഈശോയുടെ വചനം ഞാൻ പറഞ്ഞു കൊടുക്കും. ഈശോ ശക്തിപ്പെടുത്തും. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. അപ്പൊ ഞാൻ അൾത്താരയിലേക്ക് കയറാൻ പോവാണ്. കുർബാന കഴിഞ്ഞു കേട്ടോ. കുർബാന ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മത്തിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനെടുത്ത് കുരിശുണ്ട്. കുരിശ് വെച്ചിട്ട്, പരിശുദ്ധാത്മാവായ ദൈവമേ, ബലഹീനനും പാപിയുമായ എന്നിൽ നിറയണമേ, എൻ്റെ പൗരോഹിത്യത്തെ അങ്ങ് ജ്വലിപ്പിക്കണമേ. കർത്താവേ, ഞാൻ പറയുന്ന വാക്കുകൾ അവിടെ ഇരിക്കുന്ന ഓരോ മക്കളിലും അങ്ങ് തൊട്ട് അവരുടെ ചങ്ങലകളും ബന്ധനങ്ങളും എല്ലാം അഴിക്കണമേ എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ മത്തായി 18:18 അഭിഷേകത്തിലും അവിടെ നിന്ന ജനത്തെ എല്ലാം ബന്ധിച്ചു. പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിൽ നിന്ന് നിറയണമെന്നൊന്ന് പ്രാർത്ഥിച്ച്. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. 5 പേര് കർത്താവെ അങ്ങ് ദേവാലയത്തിൽ ഇരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് തട്ടയിലേക്ക് കയറി, അൾത്താരയിലേക്ക് കയറി. അൾത്താരയിലേക്ക് കയറിയപ്പോ 500 പേര് മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കണ്ടെന്നുള്ളൊരു പഴഞ്ചൊല്ല് എന്റെ തലക്കാത്തോട്ട് വന്നു. കർത്താവേ, ഇതൊക്കെ ഇപ്പൊ കൊഴിഞ്ഞു പോകല്ലോ. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ,
അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ തട്ടയിലേക്ക് കയറിയപ്പോ 500 പേര് ഇരിക്കുകയാണ്. എപ്പോഴാണ് ഈ പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. ഞാനിന്ന് പാപത്തിന്റെ ക്ലാസ്സാണ് എടുത്തത്. എന്താണ് പാപം? പാപത്തിന്റെ സോഴ്സ് എന്താണ്? ഏതൊക്കെയാണ് വിവിധ തരം പാപങ്ങള്? ഗലാത്യ 5:19-21 ഈ വചനമാണ് എടുത്തത്. വ്യഭിചാരം, അല്ലെങ്കിൽ മദ്യപാനം, കള്ളസാക്ഷ്യം, ഇതിന്റെ പാപങ്ങളെ കുറിച്ച് ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. 2.5 മണിക്കൂർ ടോക്കാണ്. 2.5. ഞാൻ 7 മണിക്ക് തട്ടേ കയറി 9:30 മണിക്കൂറാണ് എന്റെ വചനം അവസാനിക്കുന്നത്. അന്ന് ആ വചനം തുടങ്ങി ആ 500 പേരിൽ നിന്ന് ആകെ പോയത് 3 പേരാണ് ആ ദേവാലയത്തിൽ നിന്ന് പുറത്തു പോയത്. അന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. പരിശുദ്ധാത്മാവായ ദൈവം എന്റെ ഈ ബലഹീനമായ ശരീരത്തിലൂടെയും അതരത്തിലൂടെയും വാക്കുകളിലൂടെയും പ്രവർത്തിക്കുന്നുണ്ടെന്ന്. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. വിശ്വസിക്കുന്നോ? കരങ്ങളടിച്ച് കർത്താവിനെ മോശപ്പെടുത്തിയേ. വലതുകരമുയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര മനോഹരം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും പാദങ്ങള്, വചനം പ്രഘോഷിക്കുന്നവര്, വചനം പഠിക്കുന്നവര്, വചനം ധ്യാനിക്കുന്നവരായ നിങ്ങളുടെ പാദങ്ങളും ജീവിതങ്ങളും ധന്യമാണ്. എന്റെ ഒരാഗ്രഹം ഇതാണ്. ഇന്ന് രാവിലെ ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവെ, കുർബാന ചൊല്ലുന്നതിനിടയിൽ എല്ലാം മരിച്ചോ ഞാൻ ആദ്യം ചിന്തിച്ചു. കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈശോ ഉയർത്തുന്ന സമയത്ത് മരിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലേക്ക് വന്നുപോയി. കർത്താവ്, ഈ കുർബാന ഒരിക്കലും അവസാനിക്കാതിരുന്നെങ്കിൽ എന്നുള്ള ചിന്തയാണ് ഓരോ കുർബാനയും ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിനിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവ്, അവർണ്ണനീയമായ ദാനത്തിന് നന്ദി. ഇനി ഒരു 1000 ജന്മം ഉണ്ടെങ്കിലും 1000 പ്രാവശ്യം എന്നെ പുരോഹിതനായിട്ട് ജനിപ്പിച്ചാൽ മതി എന്നാണ് നീ കർത്താവിനോട് പ്രാർത്ഥിക്കാറുള്ളത്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. ഉണ്ടോ? 1 കൊരിന്ത്യസ് 2:4. 1 കൊരിന്ത്യസ് 2:4. 1 കൊരിന്ത്യസ് 2:4. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യസ് 2:4. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വചന പ്രഘോഷണം കേൾക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ വചന പ്രഘോഷകൻ പറയാണ്, നമ്മളൊക്കെ അപ്ഡേറ്റഡ് ആകാനുള്ള സമയമായി. വചനം മാത്രം പറയരുത്, ലോകത്തിന്റെ അറിവുകൾ കൂടി പറഞ്ഞാൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുമെന്ന്. മനസ്സിലായോ? വചനം മാത്രം പറയരുത്, ലോകത്തിന്റെ അറിവുകളും കൂടി പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് മടുപ്പുണ്ടോ? വചനം മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളെ ആകർഷിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ല. വചനം മാത്രം മതി, ദൈവത്തിന്റെ വചനം മാത്രം മതി, സജീവമായ ദൈവത്തിന്റെ വചനം മാത്രം മതി മനുഷ്യ മനസ്സുകളെ, ആത്മാവിനെ ജ്വലിപ്പിക്കാൻ വേണ്ടിയിട്ട്. പൗലോസ് അപ്പോസ്തലൻ കുറുകിയ മനുഷ്യനായിരുന്നു. എന്നെക്കാളും നല്ല താടിയൊക്കെയുള്ള കുറുകിയ അസ്ഥിവഞ്ചനമായ ഒരു മനുഷ്യനായിരുന്നു. ആ പുള്ളിക്കാരൻ ഒരിക്കല് ഇങ്ങനെ വചനം പ്രഘോഷിക്കാനായിട്ട് തട്ടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആളുകൾ പറയാണ്, അയ്യോ ഒരു മെനയില്ലാത്ത മനുഷ്യൻ, കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. പക്ഷെ പുള്ളിക്കാരൻ വചനം പ്രഘോഷിച്ചോണ്ട് കഴിഞ്ഞപ്പോൾ കണ്ണീന്ന് തീ വരാണ്. ആളുകളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയാണ്. ആളുകൾ പറഞ്ഞു തുടങ്ങി, അയ്യോ പ്രവാചകൻ, ദൈവത്തിന്റെ അഭിഷേകം നിറഞ്ഞാല്, വചനത്തിന്റെ ശക്തി നിറഞ്ഞാല് എല്ലാ കെട്ടുകളെയും തകർക്കാൻ പറ്റും, എല്ലാ ശാപങ്ങളെയും അഴിക്കാൻ പറ്റും. പലതരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വചനം ഓരോ പ്രാവശ്യവും തട്ടേക്ക് കയറുമ്പോ, വചനം പ്രഘോഷിക്കാൻ കയറുമ്പോ പേടിയാണ്. കർത്താവേ, ഇതെങ്ങനെ പോകും? ആളുകൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുമോ? ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമോ? പേടിയാണ്. മറ്റുള്ള എഴുതി തയ്യാറാക്കിയ പ്രസംഗങ്ങൾ പോലെ അല്ലല്ലോ ദൈവം പറയേണ്ടത്. കറക്റ്റ് സമയത്ത് നമ്മുടെ തലയിൽ ഇട്ട് തന്നെ. അതാണ് പറയുന്നത്, വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതല്ല. വിജ്ഞാനമില്ല ഇവിടെ, ദൈവത്തിന്റെ ജ്ഞാനം മാത്രമേ ഉള്ളൂ. പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലാണ്. പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലാണ്. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച് ഈശോയേ, 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 ഈശോയേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. 2 ചേട്ടന്മാരിൽ നിന്ന് ഉറങ്ങാണ്. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്.
എല്ലാവരും എഴുന്നേറ്റെന്ന് കരങ്ങളൊന്ന് ഉയർത്തി ഒന്ന് എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യൻ ബലഹീനനാണ്. ഇപ്പൊ ഞാനാണ് അവിടെ വന്നിരിക്കുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉറങ്ങി. അപ്പൊ അതുകൊണ്ട് നമ്മള് ശരീരത്തെ നമ്മൾ കീഴ്പ്പെടുത്തണം. ഉറക്കം വന്ന് നമ്മൾ അങ്ങനെ ഉറങ്ങി കളയരുത്. എഴുന്നേക്കണം, ശീലിക്കണം. വചനം കേട്ട് ശീലിക്കണം. ഒരു ദാഹം ആത്മാവിലേക്ക് വന്നാൽ പിന്നെ ഉറങ്ങൂല. മനസ്സിലായോ? ആത്മാവിലേക്ക് ദാഹം കിട്ടാൻ വേണ്ടിട്ട് കൃപ വേണം. കൃപ ലഭിന്റെ യോഹന്നാൻ 6:64-65 എന്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കില്ല. ആകർഷണം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വചനം കേൾക്കാനുള്ള ആകർഷണം നൽകണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കണം. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങളില് പത്രോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ ഒരാളുടെ മേലില്ല, എല്ലാവരുടെയും മേല് എന്ത് ചെയ്യാണ്? വിജാതിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയാണ്. വചനം പ്രഘോഷിക്കപ്പെടുമ്പോ ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല, ഹൈന്ദവൻ എന്നില്ല, ജൈനമതക്കാരൻ എന്നില്ല, ബുദ്ധമതക്കാരൻ എന്നില്ല, എല്ലാവരിലും വചനം കേൾക്കാൻ നീ സന്നദ്ധനാണോ? പരിശുദ്ധാത്മാവ് വചനം പ്രഘോഷിക്കപ്പെടുമ്പോ വചനത്തിലൂടെ നിനക്ക് ലഭിക്കും. വിശ്വസിക്കുന്നോ? പരിശുദ്ധാത്മാവിനെ കിട്ടിയവര് മാത്രം ഒന്ന് കൈവശി കാണിച്ച് സത്യസന്ധമായിട്ട് പറഞ്ഞു. വലതുകരം ഉയർത്തി പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒറ്റ വിളി വിളിച്ച ഈശോയേ 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 ഈശോയേ.